നമ്മൾ കരടിയെ തയ്യാറാക്കി വെച്ചു. ഇനി കരടിക്ക് ആവശ്യമായിട്ടുള്ള ചലനം നൽകാനായിട്ട് റിഗ്ഗിങ് എന്നുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത്. അതിനാവശ്യമായ ആർമേച്ചർ നൽകി വസ്തുക്കളുമായി ബന്ധിപ്പിച്ച് ഇഷ്ടാനുസരണം വസ്തുക്കളെ ചലിപ്പിക്കാമെന്ന ധാരണ ലഭിക്കുന്ന രീതിയിൽ പ്രവർത്തനം വിനിമയം ചെയ്യാം. അപ്പോൾ ഇനിയും കരടി നടക്കുന്ന ആനിമേഷനാണ് തയ്യാറാക്കേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് മുടിയനാട് വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് അത് തുറക്കാം. ഇത് നേരത്തെ തുറന്നു വെച്ച body.blend എന്നുള്ള ഫയലാണ്. ക്ലോസ് ചെയ്യാം. ഇവിടെ നിന്നും ഇതിലാണ് നമുക്ക് റിഗ്ഗിങ് നടത്തേണ്ടത്. അതിനായിട്ട് നമുക്ക് നേരത്തെ ട്രീ തയ്യാറാക്കാവില്ല തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ആർമേച്ചർ നമുക്ക് റെഡിമെയ്ഡായിട്ട് ലഭിക്കുന്നതാണ്. ആഡ്വാൻസിൽ നിന്നും എഡിറ്റ് പ്രിഫറൻസിനകത്ത് റിഗ്ഗിങ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക, RIG. അതിനകത്ത് റിഗ്ഗിഫൈ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ഓൾറെഡി സെലക്റ്റഡ് ആണ്, ഞാനത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ നിന്നും ഇവിടെ നമ്മൾ വെട്രിക്സ് പെയിൻ്റാണ് നിൽക്കുന്നത് മാറ്റി ഒബ്ജക്റ്റ് മോഡിലേക്ക് പോകാം. അതിനുശേഷം ആഡ് ആർമേച്ചറിനകത്ത് ഹ്യൂമൻ മെറ്റാ റിഗ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ആനിമൽസിൻ്റെ ആർമേച്ചറൊക്കെ നമുക്ക് ഇവിടെ നിന്നും അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഹ്യൂമൻ ആണ് വേണ്ടത്. ഹ്യൂമൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ സൈസ് ഇപ്പം കറക്റ്റായിട്ടുണ്ട്. നമുക്ക് സോളിഡ് മോഡിലേക്ക് പോവാം. എക്സ്റേ ഓണാക്കാം. ഇനി ഇതിൻ്റെ സൈസ് ഇതുമായിട്ട് സെറ്റാവണം. അതിനുവേണ്ടി സ്കെയിൽ ചെയ്തിട്ട് 2 പ്രസ് ചെയ്താൽ അതിൻ്റെ സൈസ് കറക്റ്റായിട്ട് വരുന്നത്. അതിനനുസരിച്ചാണ് ഇവിടുത്തെ ബോഡി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കാലിന് നീളം കൂടുതലൊക്കെ ഹ്യൂമൻ്റെ രീതിയിലേക്ക് ഇത് വരത്തക്ക രീതിയിലാണ് ആദ്യം തന്നെ ഇതിനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കരടിയുടെ വേണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തണം. ഇതിൻ്റെ തുടയെല്ലാം ഇവിടുന്ന് മുകളിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അത് കുറച്ച് താഴേക്കാക്കണം. ഇത് കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. ബോൺ സെലക്ട് ചെയ്തതിന് ശേഷം ടാബ് കീ പ്രസ് ചെയ്തിട്ട് എഡിറ്റ് മോഡിലേക്ക് പോവാം. അതിനുശേഷം നമുക്കിവിടെ ഈ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇവിടെ ഒരു ബോണിനെ സെലക്ട് ചെയ്യുന്നു. ഇത്രയും പോർഷൻ നമുക്ക് മാറ്റങ്ങൾ വരുത്തണം. അതിൻ്റെ വലുപ്പം ഒന്ന് കുറയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോണിനെ സെലക്ട് ചെയ്തു. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ബാക്കി പാദം വരെയുള്ള ബോണിനെ സെലക്ട് ചെയ്യുന്നു. ഈ പോർഷനിലെ മൊത്തം ബോണിനെ സെലക്ട് ചെയ്യുന്നു, പാദം വരെയുള്ളത്. അതിനുശേഷം ഇവിടെ എക്സ് ഓണാക്കാം. അപ്പോൾ ഇവിടെ വരുന്ന മാറ്റങ്ങൾ സിമെട്രി ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങേ കാലിൻ്റെയും അത് കറക്റ്റായിട്ട് വന്നോളും. അതിനുശേഷം സ്കെയിൽ S പ്രസ് ചെയ്യുന്നു. നമുക്കതിനെ കുറച്ച് താഴേക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അതിനെ മാറ്റാം, വലിപ്പം കൂട്ടാം. അതിനുശേഷം ഇതിൻ്റെ അകലമൊന്ന് കൂട്ടാൻ വേണ്ടി ഇവിടെ മൂവ് ടൂൾ എടുക്കുന്നു, കുറച്ച് അകലം മാറ്റുന്നു. അപ്പം 2 കാലിലും ഒരുപോലെ തന്നെ മാറ്റം വരുന്നുണ്ട്. ഇനിയും സൈഡ് വ്യൂയിലേക്ക് പോകാം. 3 പ്രസ് ചെയ്തിട്ട് ഇവിടെയും കുറച്ച് താഴേക്ക് കൊണ്ടുവരാം. കാല് പാദത്തിൽ നിന്ന് പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിനെയും താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, 1 പ്രസ് ചെയ്ത് ഫ്രണ്ട് വ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യത. ഇത്രയും ഭാഗത്ത് ബോൺ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും നമുക്ക് ആദ്യം എന്ന നിലയ്ക്ക് ആ ഒരു പ്രശ്നത്തെ കണ്ണടച്ചുകൊണ്ട് ബാക്കി ഇത്തരം പോർഷൻ അതിനെ നമുക്കൊന്ന് പിന്നെ ശരിയാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതിനെ തിരിച്ച് എഡിറ്റ് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോവാം. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. അതിന് മുമ്പ് തന്നെ ഇത് ഈ റിഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഫയലിനെ സേവ് ആസ് കൊടുത്തിട്ട് ബെയർ റിഗ്ഡ് എന്നുള്ള ഒരു പേരിൽ ഇതിനെ സേവ് ചെയ്യണം. അതിന് മുമ്പ് വരെയുള്ള റിഗ് ചെയ്യുന്നതിന് മുമ്പ് വരെയുള്ള ഫയൽ ബെയർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പേരും അതിന് ശേഷമുള്ള ഫയലിനെ ബെയർ റിഗ്ഡ് എന്ന് പറഞ്ഞ ഫയലിൽ നമുക്ക് സേവ് ചെയ്യാം. കാരണം എന്തെങ്കിലും റിഗ്ഗിങ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ മൊത്തത്തിൽ ഈ ഒരു പ്രശ്നം വരുവാണെങ്കിൽ അതിനെ ആ
ഹ്യൂമൻ അല്ലെങ്കിൽ കരടിയുടെ രൂപം ഉണ്ടാക്കിയവരെയുള്ള ആ ഫയലിൽ നിന്നും നമുക്ക് വീണ്ടും തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ ഈ വന്ന മാറ്റങ്ങൾ, കരടിയുടെ എല്ലിന് വരുന്ന മാറ്റങ്ങൾ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി എ പ്രസ് ചെയ്യാം. അത് നമുക്ക് മൊത്തത്തിൽ സെലക്ട് ആയിട്ടുണ്ട്. ഇനി കൺട്രോൾ എ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ബോഡിയും അതോടൊപ്പം തന്നെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് എല്ലും സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കൺട്രോൾ എ പ്രസ് ചെയ്യുന്നു. ഇതുവരെ വരുത്തിയ മാറ്റങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓൾ ട്രാൻസ്ഫോം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നേരം വരുത്തിയ ചലനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും അതിലേക്ക് അപ്ലൈ ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിനെയും എല്ലിനെയും ബോഡിയെയും ശരീരവും എല്ലും തമ്മിൽ യോജിപ്പിക്കേണ്ട കാര്യമാണ് ഇനി ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ആദ്യം ബോഡി സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ബോൺസ് ആർമേച്ചർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ടും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ബോഡി സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ബോഡി സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഹെഡ് സെലക്ട് ചെയ്യുന്നു. അതിപ്പം വേറെയാണ് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ആർമേച്ചറും സെലക്ട് ചെയ്യുന്നു. ഒരു 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ അത് സെലക്ട് ആവുന്നത്. ഒന്നുകൂടെ കാണിക്കാം. ആദ്യം ബോഡി സെലക്ട് ചെയ്തു. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഹെഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ ബോൺ സെലക്ട് ചെയ്യുന്നു. അത് 2 പ്രാവശ്യം സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും അത് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും അത് സെലക്ട് ആവുന്നത്. അതിനുശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് പി പ്രസ് ചെയ്യുന്നു. അതിനകത്ത് വിത്ത് ഓട്ടോമാറ്റിക് വെയ്റ്റ്സ് എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നു. അപ്പം കുറച്ച് സമയം ഒന്ന് സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ അത് നമ്മൾ അപ്ലൈ ചെയ്തത് എഫക്റ്റിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമായ ചലനങ്ങൾ നൽകുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ടൈം ലൈൻ ഒന്ന് നോക്കാം. ടൈം ലൈനിനകത്ത് ഇവിടെ ആദ്യം ബോൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റ് മോഡിൽ നിന്നും പോസ് മോഡിലേക്ക് പോവാം. ബാക്കി ചലനങ്ങൾ എങ്ങനെ കൊടുക്കാമെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.